റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതിന്റെ തൊട്ടു പിന്നാലെ റഷ്യ കൂടുതൽ ഇടങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പോളണ്ടിന് നേർക്ക് ഡ്രോണിന്റെ ഒരു നീക്കമുണ്ടായിരുന്നു. 19 ഡ്രോണുകളെ പോളണ്ടും ഒപ്പം തന്നെ നാറ്റോ സൈന്യവും വെടിവെച്ച് വീഴ്ത്തിയായിട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിയിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വമ്പൻ നീക്കവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ആദ്യത്തേത് റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുക, രണ്ടാമത്തേത് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ 50 മുതൽ 100% വരെ താരിഫ് വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും G7 രാജ്യങ്ങളോടും നാറ്റോ സഖ്യത്തിനോടും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിൽ റഷ്യ റൊമേനിയ, അതായത് നാറ്റോ സഖ്യത്തിലെ ഒരു അംഗരാജ്യമാണ് റൊമേനിയ, റഷ്യയും ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അവിടേക്ക് ഡ്രോൺ വിട്ടിരിക്കുന്നു. ആ ഡ്രോൺ റൊമേനിയയുടെ 10 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു. അതിനെ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ഇപ്പോൾ റൊമേനിയ അറിയിക്കുന്നത്. റൊമേനിയ പറയുന്നത് ഇതിനു മുമ്പ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ അനവധി തവണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ തങ്ങളുടെ രാജ്യത്ത് വീണിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഡ്രോണിന്റെ തന്നെ ഒരു കടന്നുകയറ്റമാണ് കണ്ടത്. ഉക്രൈനുമായി 650 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് നാറ്റോ എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇതേ സമയത്ത് തന്നെ ജർമ്മനിയുടെ വ്യോമസേനയും യൂറോ ഫൈറ്റർ ജെറ്റുകളും റൊമേനിയയിൽ എത്തി. കൂടുതൽ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. ഇതിനിടയിൽ പോളണ്ടിൽ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നു. നാറ്റോയും പോളണ്ടും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് മനഃപൂർവ്വം തന്നെയാണ് റഷ്യ ഇത്തരത്തിലുള്ള ഡ്രോൺ കടത്തിവിട്ടത്. കാരണം നാളിതുവരെ യുദ്ധം ഉണ്ടായിരുന്നെങ്കിലും യുക്രൈനിൽ വീഴുന്ന ഡ്രോണുകളുടെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് തങ്ങളുടെ ഭൂമിയിൽ വീണിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഡ്രോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. സമാനമായി തന്നെയായിരുന്നു പോളണ്ടിന് നേർക്കും ഈ ഡ്രോണിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായത്. ഏതായാലും റഷ്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു: യുദ്ധം അവസാനിക്കുകയല്ല, പകരം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്.